ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ കോൺവോക്കേഷൻ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. ബിരുദാനന്തര കോഴ്സുകൾ വിജയിച്ച പഠിതാക്കൾക്ക് ഗവർണർ സർട്ടിഫിക്കറ്റ് കൈമാറി. കോൺവോക്കേഷന് മുന്നോടിയായി സർവകലാശാല സെനറ്റ് മീറ്റിംഗ് നടന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രായം ഉൾപ്പെടെയുള്ളവ പ്രതിബന്ധമാകരുതെന്ന കാഴ്ചപ്പാടോടെ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ആരംഭിച്ച ഓപ്പൺ സർവകലാശാല ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അനേകർക്ക് ബിരുദാനന്തര പഠനത്തിന് അവസരമൊരുക്കി. 800-ലധികം പേരാണ് ഈ കോൺവോക്കേഷനിൽ സർട്ടിഫിക്കറ്റുകൾ സ്വീകരിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കൊല്ലം ജില്ലാ പഞ്ചായത്തിന് ലഭിച്ചു. പ്രവർത്തന മികവിനുള്ള അംഗീകാരമായി 5 വർഷത്തിനിടെ 3 തവണ 1ാം സ്ഥാനവും 1 തവണ 2ാം സ്ഥാനവും കൊല്ലം ജില്ലാ പഞ്ചായത്തിന് ലഭിച്ചു. വിദ്യാഭ്യാസ, മാലിന്യ സംസ്കരണ, കാർഷിക, അടിസ്ഥാന സൗകര്യ വികസന മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പാക്കിയത്. കതിർമണി ബ്രാൻഡ് അരി, ശുചിമുറി മാലിന്യ സംസ്കരണത്തിന് മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, സ്കൂളുകളിലെ ശുചിമുറികൾ 3 സ്റ്റാർ നിലവാരത്തിൽ നവീകരിക്കൽ, അധ്യാപകർക്കായി പ്രത്യേക ഹാൻഡ് ബുക്ക് തുടങ്ങിയ പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം നടപ്പാക്കിയത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പൂർത്തിയായ മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നാടിന് സമർപ്പിച്ചു. 1,15,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 200ഓളം ഇരുചക്ര വാഹനങ്ങളും മുകളിലെ ഓരോ നിലയിലും 34 കാറുകൾ വീതം 4 നിലകളിലായി ആകെ 138 കാറുകളും ഒരു സമയം പാർക്ക് ചെയ്യാം. വാഹനം പാർക്ക് ചെയ്യുന്നതിനുൾപ്പെടെ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിംഗ് ഫീസ് ഈടാക്കി വാഹനങ്ങൾ പ്രവേശിപ്പിക്കാൻ ആധുനിക സംവിധാനമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. കാറിന് 80 രൂപയും ഇരുചക്ര വാഹനങ്ങൾക്ക് 30 രൂപയുമാണ് ഒരു ദിവസത്തെ പാർക്കിംഗ് ഫീസ്. നിത്യവും റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്ന 100 കണക്കിന് വാഹന ഉടമകൾക്ക് മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം പ്രയോജനപ്പെടും. മലയാളത്തിന്റെ പ്രിയ കവിയും ജ്ഞാനപീഠ ജേതാവുമായ ONV കുറുപ്പിന്റെ ഓർമ്മദിനത്തിൽ കവിയുടെ ജന്മഗൃഹമായ ചവറ നമ്പ്യാടിക്കൽ തറവാട്ടിൽ വിവിധ അനുസ്മരണ പരിപാടികൾ നടന്നു. മലയാളത്തിന്റെ അക്ഷരപുണ്യമായി കവിതകളിലൂടെയും ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ആസ്വാദക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കവിയുടെ ഓർമ്മ പുതുക്കാൻ പല തലമുറകളിൽപ്പെട്ടവർ തറവാട്ടുമുറ്റത്ത് ഒത്തുചേർന്നു. കവിയുടെ ഛായാചിത്രത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം പരിചയപ്പെടുത്തുന്ന EVM ഡെമോൺസ്ട്രേഷൻ വാൻ ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. കളക്ടറേറ്റ് അങ്കണത്തിൽ ജില്ലാ കളക്ടർ N. ദേവിദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മെഷീന്റെ പ്രവർത്തനം പരിചയപ്പെടുത്തുന്നതിനൊപ്പം വോട്ട് ചെയ്യാനുള്ള പരിശീലനം, തെരഞ്ഞെടുപ്പ് സന്ദേശ പ്രചാരണം, യുവജനങ്ങളുടെ വോട്ട് പങ്കാളിത്തം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. വോട്ടിംഗ് മെഷീന്റെ ഭാഗങ്ങളായ ബാലറ്റ് കൺട്രോൾ യൂണിറ്റുകൾ, VVPAT എന്നിവയും ഓഡിയോ വിഷ്വൽ ഉപകരണങ്ങളും വാനിലുണ്ട്. ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും പ്രദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും ശേഖരിക്കും. അഗോര സെമിനാർ പരമ്പരയുടെ ഭാഗമായി കൊല്ലം ശ്രീനാരായണ കോളേജിലെ മലയാള വിഭാഗം പോസ്റ്റ് ഡിജിറ്റൽ കാലത്തെ ഭാഷ, സാഹിത്യ പഠനം, ഗവേഷണം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സാങ്കേതികതയെയും ഭാഷാ പഠനത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് ആധികാരികവും നൂതനവുമായ അറിവുകൾ എങ്ങനെ പ്രയോജനകരമായ തലത്തിലേക്ക് രൂപാന്തരപ്പെടുത്താമെന്ന് സെമിനാർ ചർച്ച ചെയ്തു. അറിവിന്റെ ആദ്യകാല വിനിമയം മുതലുള്ള കാലാനുസൃതമായ പരിണാമങ്ങൾ ഡോക്ടർ HK സന്തോഷ് ഹൃഷികേശ് വിശദീകരിച്ചു. വിദ്യാർത്ഥികളും ഗവേഷകരും വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കൊല്ലം ശ്രീനാരായണ വനിതാ കോളേജിൽ ജെൻഡർ ഫ്ലൂയിഡിറ്റി ഇൻ സോഷ്യൽ ഡിസ്കോഴ്സ് എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കോളേജിലെ ജെൻഡർ സെൻസിറ്റൈസേഷൻ കമ്മിറ്റിയും കേരള സർവകലാശാല ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആൾട്ടർനേറ്റീവ് എക്കണോമിക്സും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റുഡന്റ് സർവീസസും സംയുക്തമായി സംഘടിപ്പിച്ച സാമൂഹ്യപാഠ ശില്പശാലയിൽ വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.